കൂടി അമ്മ ഭാരവാഹി വിനു മോഹൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിനു, ഈ മൂന്നംഗ സമിതി, വിനു അടക്കമുള്ള മൂന്നംഗ സമിതിയാണ് ഇത് അമ്മയുടെ ഭാഗത്ത് നിന്ന് അന്വേഷിക്കുന്നത്. അത് ഒരല്പം മയപ്പെടുത്തലാണ് എന്നുള്ള ഒന്ന് പൊതുസമൂഹത്തിന് തോന്നില്ലേ? കാരണം ഇത്രയും ശക്തമായ ഒരു പരാതി വരികയും ഷൈനെതിരെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ മറൊരു വശത്ത് നടക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ. നമസ്കാരം. ഇതിലിപ്പോ ഞാനൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ റേഞ്ച് പോവായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞു. കാരണം ഇതില് നമുക്ക് ഇന്നലെ വിൻസി നമ്മളുടെ മെമ്പർ അല്ലായിരുന്നു. സോ ഈ ഒരു കാര്യം വരുന്ന സമയത്ത് ഇന്നലെ നമ്മൾ സംസാരിച്ചു വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അസോസിയേഷന്റെ ഭാഗത്തു നിന്ന്. ഞങ്ങൾ എല്ലാവരും സംസാരിച്ചതാണ്. സോ അതനുസരിച്ച് ഇന്ന് രാവിലെയാണ് ഒരു റിട്ടേൺ കംപ്ലൈന്റ് നമുക്ക് വന്നിരിക്കുന്നത്. അത് ഞാൻ വായിച്ചിട്ടില്ല. സോ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതെന്ന്, പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അറിവില്ല. ഞാനൊരു യാത്രയിലായതുകൊണ്ട്. ഏതായാലും വിനു, ഇതിനകത്തൊരു സമിതി അന്വേഷിക്കും. അത് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് അമ്മ കടക്കുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് പോവുക. ഇത് നമ്മളിപ്പം ഇങ്ങനൊരു കാര്യം വരികയും നമ്മൾ അങ്ങോട്ടാണ് സംസാരിച്ചത്. എന്നോട് ആദ്യം സംസാരിക്കുകയും ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുകയും ഈ പ്രശ്നം തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും എന്ന് പറയുകയും അതനുസരിച്ച് ഇന്ന് രാവിലെ നമുക്കൊരു പരാതി റിട്ടേൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ വായിച്ചിട്ടില്ല, കാരണം ഓഫീസിലാണ് വന്നത്. ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്കത് വായിക്കാനോ കാണാനോ സാധിച്ചിട്ടില്ല. അതിനനുസരിച്ചുള്ള കൃത്യമായ നടപടി തന്നെ എടുക്കുന്നത് തന്നെയാണ് നമ്മളുടെ കമ്മിറ്റിയിൽ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കും. അല്ലാതെ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നല്ല, ഇതിന്റെ ഒരു സംഘടനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഒരു കാര്യം നമ്മൾ വിശദീകരണം തേടുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ പോകും. അതിനാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ അവിടെ ഇല്ലാത്തത് കൊണ്ടും ഒരു യാത്രയിലായതുകൊണ്ടുമാണ് അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം. ഒറ്റ കാര്യം കൂടി, പുറത്താക്കൽ അല്ല വേണ്ടത്, ഇവരെ സിനിമയിൽ സഹകരിപ്പിക്കാതിരിക്കലാണ് എന്നൊക്കെയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറൊക്കെ ഏകദേശം ആ തീരുമാനത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കും അമ്മ കടന്നേക്കാം അല്ലെ? ഈ പ്രൊസീജിയർ കഴിയുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കണം. ഇന്നലത്തെ നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞിട്ട് ഒരു വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ്, നമ്മളുടെ സഹോദര സംഘടനകൾ എടുക്കുന്ന തീരുമാനത്തിലും ഈ ലഹരിക്കെതിരെ പോരാടുന്ന ഏത് പോരാട്ടത്തിനും കൂടെയും അമ്മയുടെ പൂർണ്ണ പിന്തുണയും എല്ലാവരും കെട്ടായിട്ട് തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിനുവിന് തന്നെ പറയാൻ തീരുമാനിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന എടുക്കേണ്ട തീരുമാനം, ഇതിനകത്ത് കൃത്യമായ ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അയാളെ വരും സിനിമകളിൽ സഹകരിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ധാർമ്മികമായിട്ട് അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് കരുതുന്നോ? ഇപ്പം സിനിമയിൽ സഹകരിപ്പിക്കില്ല. നമുക്കിപ്പം ഒരാളുടെ ഇപ്പം ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പൊ അമ്മ മാത്രമല്ല, സിനിമയിൽ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള അവരൊക്കെയാണ് ഒരു സിനിമയിൽ ആരൊക്കെ വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അമ്മയിൽ നിന്ന് ഉണ്ടാവും. അതിനെതിരെ തന്നെയാണ് അമ്മ പ്രവർത്തിക്കുന്നതും. അമ്മയുടെ എല്ലാ അംഗങ്ങളും അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വിനു, ഈ നല്ല കാര്യമാണ് അങ്ങനെ ഒരു വളരെ പെട്ടെന്ന് അമ്മ ഇത് തീരുമാനിക്കുന്നത്. അപ്പോഴും വലിയ വിമർശനങ്ങളൊക്കെ ഈ സമയത്തും വരുന്നത് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലൊക്കെ എപ്പോഴും ഇവരൊക്കെ ഉൾപ്പെടാറുണ്ട്. ഇത്തരം കേസുകളൊക്കെ വന്നാലും ഈ തീരുമാനം എടുക്കുന്നതൊക്കെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ആണല്ലോ എന്നുള്ളൊരു വിമർശനമൊക്കെയാണ് പല ഭാഗത്തുനിന്നും. എന്തെങ്കിലും മറുപടി ഉണ്ടോ? തീരുമാനം നമ്മുടെ ഇപ്പൊ ഉള്ളത് നമുക്ക് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലാണ് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അത് ആ ഒരു തീരുമാനങ്ങൾ വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു ഐക്യകണ്ഠേന തന്നെയാണ് എടുക്കാറുള്ളത്. അതാണ് ഇന്നലെ നമ്മൾ ആ ഒരു പത്രക്കുറിപ്പ് വന്നപ്പോൾ അമ്മയുടെ നിലപാട് കൃത്യമായി തന്നെ ആ ഒരു കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഇപ്പോ ഷൈന എവിടെയാണെന്ന് അറിയില്ല, ഇത് ഇപ്പുറത്തെ അന്വേഷണം നടക്കുന്നു. കോണ്ടാക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടണമല്ലോ നിങ്ങൾക്ക് ഈ മൂന്നംഗ സമിതിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. അതെ, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു യാത്രയിലായതുകൊണ്ട് ഞാൻ എത്തിയിട്ടില്ല. ഞാനിപ്പം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു ട്രാവൽ ആയതുകൊണ്ട്. ഓക്കെ, വളരെ നന്ദി. വിനുമോഹൻ ആണ് പ്രതികരിച്ചത്. അമ്മയുടെ മൂന്നംഗ സമിതിയിൽ വിനുവും ഉണ്ട്, അൻസിബയും സരയും വിനുമോഹനുമാണ് ഉള്ളത്. ഏതായാലും ഈ കാര്യത്തിനകത്ത് ഇതൊരു പ്രൊസീജിയറായിട്ട് നടപ്പാക്കുകയാണ്. അതിനുശേഷം തക്കതായ നടപടിയിലേക്ക് തന്നെ കടക്കും മറ്റ് സിനിമാ സംഘടനകളുടെ നിലപാടിനൊപ്പം എന്നാണ് വിനുമോഹൻ പറഞ്ഞത്. ഡാനി പോളിക്ക് വീണ്ടും. ഡാനി, അപ്പോഴും ഇത് അമ്മയുടെ വലിയ പ്രധാനപ്പെട്ട അച്ചുതണ്ടുകളൊക്കെ തീരുമാനിക്കേണ്ട കാര്യം കൂടിയാണ് ഈ വിഷയം. അങ്ങനെയാണോ നടക്കാറുള്ളത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഈ മൂന്നംഗ സമിതി എന്ന് പറയുന്നത് അപ്പോഴും ഇതിന്റെ ഒരു ഫൈനൽ തീരുമാനമൊക്കെ അവരായിരിക്കില്ല എടുക്കുക എന്നാണ് നേരത്തെ ബൈജു കട്ടാരക്കര അടക്കമുള്ളവർ പറഞ്ഞത്. നമുക്കും അതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഉറ്റു നോക്കണം ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്, അല്ലേ? അവർ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അപർണ, പെട്ടെന്ന് ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമോ എന്നത് നമ്മൾ കാത്തിരിക്കേണ്ടത് തന്നെയുണ്ട്. ഇതിലിപ്പോൾ തിങ്കളാഴ്ചയാണ് ഫിലിം ചേംബർ യോഗം ചേർന്ന കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം പറയുന്നത്. ഈ അമ്മ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇത് അവർക്ക് വിശദീകരണം തേടേണ്ടതുണ്ട്. ഇത് ഈ 3 അംഗ സമിതിക്ക് മുകളിലും ഉള്ള ആളുകൾ അതിൽ ഭാരവാഹിത്വങ്ങളിൽ ഇല്ലെങ്കിൽ പോലും അമ്മയെ നിയന്ത്രിക്കുന്ന പലരും തന്നെയുണ്ട്. അവരെല്ലാം ഈ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഒന്നും പോകുന്നുമില്ല. ഏതായാലും അത് ഒരു ഉടനുണ്ടാകുന്നൊരു നടപടിയാണോ എന്ന് സംശയം തന്നെയുണ്ട്. പക്ഷേ ഇത്ര കണ്ട് ശക്തമായ രീതിയിൽ തന്നെ ഒരു നടി പരാതി ഉന്നയിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലഹരി അടക്കമുള്ള കാര്യങ്ങൾ വളരെ സജീവമാകുന്ന സാഹചര്യത്തിൽ ആരോപണം ഉന്നയിച്ച ഈ ആരോപിതനായ നടൻ തന്നെ ഈ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിയ പരാക്രമം കാണിച്ച ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നു CCTV അടക്കം. ഇത്രയും കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഈ സിനിമാ സംഘടനകളടക്കം കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്താൻ വൈകുമോ എന്നതാണ് സംശയം. അത് ഒരു പൊതുജനത്തിന് സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയങ്ങളാണ്. ഇത്രയും മാത്രം ഓക്കെ, ഞാനിപ്പോൾ എത്താം. ഡാനി, നടി വിൻസി അലോഷ്യസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മുടെ പ്രതിനിധി ജിഷാദ് വാളാഞ്ചേരി അവിടെ നിന്ന്. ജിഷാദ്, വിൻസി പ്രതികരിക്കാൻ തയ്യാറാണോ? ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഒക്കെ നടപടികളിലേക്ക് കടക്കുന്നു, സിനിമാ സംഘടനകൾ നടപടികളിലേക്കൊക്കെ കടക്കുന്നു. ഈ വെളിപ്പെടുത്തലിന് ശേഷം എന്താണ് പറയുന്നത് വിൻസി? അപർണ, വിൻസി അല്പസമയത്തിനകം തന്നെ നമ്മളെ കാണാൻ വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഈ നടിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രതികരണവുമായിട്ട്. വിൻസി അലോഷ്യസ് നമ്മോടൊപ്പം ചേരുകയാണ്. വിൻസി, എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഏതിലേക്ക്? ഈ പരാതിയിലേക്ക് വരുന്നത്? ഓക്കെ. പരാതിയിലോട്ട് വരുന്നത് ഐ സി എന്ന് പറയുന്ന ഒരു ഇന്റേണൽ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടായാൽ മാത്രമാണ് ഒരു സിനിമ തുടങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുള്ളൂ. അപ്പോൾ ഐസിനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ഒരു സാർ, ഫിലിം ചേംബറിന്റെ ആളാണ്. അപ്പം സജി നമ്പ്യാത്ത് സാർ, സജിത മഠത്തിൽ, അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത്. കൊടുത്തു എന്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലീറ്റ്. വിൻസി, ഈ പരാതിയിലൊന്നും ഈ നടന്റെ പേരോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഈ സിനിമക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. 2 കാര്യങ്ങളാണ് എന്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറെ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എന്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെ എല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇത് ഉപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോലും ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹം